ഹേ ഗൈസ്, നിങ്ങൾക്ക് ആ തമ്മിൽ കണ്ടവരെ പോലെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബർ ആവാൻ താല്പര്യമുണ്ടോ? എന്ന് വെച്ചാൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഏത് വീഡിയോസ് ഇട്ടാലും നല്ല വ്യൂസും വേണം. എന്ന് വെച്ചാൽ ചാനലിലേക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ഏത് വീഡിയോസ് ഇട്ടാലും അതിനെല്ലാം നല്ല വ്യൂസും കിട്ടുക. ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ യൂട്യൂബേഴ്സ് ചെയ്ത കാര്യം നിങ്ങളും ചെയ്താൽ മതി. അതായത് M4 Tech, മിസ്റ്റർ ബീസ്റ്റ്, ഐഷോ സ്പീഡ്, ഇവരൊക്കെ ഇവരുടെ ചാനൽ ഇവിടം വരെ കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്തത് അത് നിങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് വെച്ച് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഒരു യൂട്യൂബറിന് തൻ്റെ ചാനലിനെ സംബന്ധിച്ച് എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതെല്ലാം ഈ ചാനൽ വഴി ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓരോ യൂട്യൂബേഴ്സിനെ എക്സാമ്പിളാക്കി ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൽ M4 Techനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ M4 Techൻ്റെ ഒട്ടുമിക്ക വീഡിയോസും മലയാളികൾ കണ്ടു തുടങ്ങുന്നതിന് ലോക്ക്ഡൗൺ ടൈമിൽ അല്ലെങ്കിൽ അതിന് ശേഷമാണ്. പിന്നെയും M4 Techനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് എക്സ്പെരിമെൻറ്റ്സും സയൻസ് ട്രിക്സുമാണ് അവരെ കോണ്ടന്റ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും കണ്ടിരിക്കാൻ നമുക്ക് അവർ ഓരോ വീഡിയോസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. എന്ന് വെച്ചാൽ അവർ ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോയുടെ എൻഡിങ് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അത്ര ഇൻട്രസ്റ്റിംഗ് ആണ് അവരുടെ ഓരോ വീഡിയോസ്. അതായത് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് കാണാനായിട്ട് വരുന്ന വ്യൂവേഴ്സിന് ആദ്യം തൊട്ട് അവസാനം വരെയോ അല്ലെങ്കിൽ ആദ്യം തൊട്ട് പകുതി വരെയെങ്കിലും സ്കിപ്പ് ചെയ്ത് അടുത്ത വീഡിയോയിലോട്ട് പോവാതെ അല്ലെങ്കിൽ ആ വീഡിയോ പെട്ടെന്ന് കണ്ടു തീർക്കാതെ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങോട് കൂടി ആദ്യം മുതൽ അവസാനം വരെ കണ്ടു തീർക്കാനുള്ള മൈൻഡ് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആ വ്യൂവേഴ്സിന് അതുണ്ടാവണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു ടെക് യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഞാൻ ഒരു iPhone 15 ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത്. അപ്പോൾ പെട്ടെന്ന് യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന ആൾ ഈ ഒരു വീഡിയോ കണ്ട് iPhone 15 അൺബോക്സിങ് വീഡിയോ. അപ്പോൾ അവർ വിചാരിക്കും എന്താ യൂസ്ഫുൾ ആയിട്ടുള്ള iPhone 15 അൺബോക്സിങ് വീഡിയോ, അപ്പോൾ യൂസ്ഫുൾ കുറേ കാര്യങ്ങൾ അറിയാമല്ലോ, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇല്ലേ എന്നും പറഞ്ഞ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കുറേ പേര് കയറും. പക്ഷേ ഇതിൽ ഞാൻ ആ അൺബോക്സിങ് വീഡിയോ ഒട്ടും താല്പര്യമില്ലാതാണ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിന് ഇൻട്രോ തന്നെ ഞാൻ പെട്ടെന്ന് വന്ന ഒരു ഇൻട്രോ പറഞ്ഞ് വേഗം അൺബോക്സിങ്ങിലോട്ട് പോയി. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാൻ വന്ന ആൾക്കാർ എന്താണ് എൻ്റെ വീഡിയോസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടത് അത് എൻ്റെ വീഡിയോയിൽ നിന്ന് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അവർ നേരെ സ്കിപ്പ് ചെയ്ത് അടുത്തൊരു iPhone 15 അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകും. അതുകൊണ്ട് മാക്സിമം കാര്യം നമ്മൾ മാത്രമല്ല വീഡിയോസ് ഇടുന്നത്, കുറേ പേര് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിടുന്ന വീഡിയോസ് മാക്സിമം വെറുപ്പിക്കാതെ എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാവോ ആ രീതിയിൽ തന്നെ അങ്ങ് ചെയ്യണം. ഇവിടെ ഞാനിങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മാത്രമല്ല iPhone 15 അൺബോക്സിങ് വീഡിയോ ചെയ്തേക്കുന്നത്. ഈ മലയാളത്തിൽ തന്നെ കുറേ ടെക് യൂട്യൂബേഴ്സ് iPhone 15 അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത വീഡിയോക്കായിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മറ്റുള്ളവർ ചെയ്ത് കാണും. നമ്മൾ ഇങ്ങനെ വീഡിയോസ് ചെയ്ത് വെച്ചുകൊണ്ട് കാണാനായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ അടുത്ത വീഡിയോസിലോട്ട് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും കുറയുന്ന ആർക്കാ? എനിക്കാ. അപ്പോൾ എനിക്കില്ലേ നഷ്ടം. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനലിൽ ഓരോ ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്താണ് വീഡിയോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരെ താല്പര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി സ്ക്രിപ്റ്റിനകത്ത് ആഡ് ചെയ്ത് വീഡിയോസ് ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങളുടെ വീഡിയോസിന് നല്ല രീതിയിൽ വ്യൂസിന് മാറ്റം വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു വീഡിയോയിൽ അടുത്തൊരു മെയിൻ പോയിൻ്റാണ്, യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അതായത് ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാരെല്ലാവരും ഒന്നെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കും, അതും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ തിരക്കുള്ളപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. ഈ തിരക്കെല്ലാം ഒന്ന് മാറിയതിന് ശേഷമേ ചെയ്യാൻ പറ്റൂ. പക്ഷെ അവിടെ നിങ്ങൾ നേരിടാൻ പോകുന്നൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ ഓൾറെഡി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർ യൂട്യൂബിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും നിങ്ങളുടെ തിരക്കെല്ലാം കഴിഞ്ഞ് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുന്ന ടൈമും തമ്മിൽ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആക്റ്റീവ് ആയിരിക്കുന്ന ടൈമിൽ തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ വർക്കെല്ലാം ഒഴിഞ്ഞ് നിങ്ങൾ ഓരോ വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ടൈം എന്ന് പറയും. എന്നാൽ അവിടെ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോസിന് നിങ്ങൾ ഉദ്ദേശിച്ച രീതി വ്യൂസ് കയറിയെന്നിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു വിഷമം തോന്നും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ഒരു വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് ഒരു വ്യൂസും കയറിയില്ല, ആരും കണ്ടില്ലല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോലും എൻ്റെ ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോ കണ്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം. പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, പിന്നെ കുറച്ച് നാൾ യൂട്യൂബിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരായിക്കോട്ടെ, പലർക്കും ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ യൂട്യൂബിലോട്ട് കയറുമെന്ന്, പെട്ടെന്ന് ഗ്രോ ചെയ്യണം. അതായത് ആദ്യം ഇടുന്ന വീഡിയോസിന് തന്നെ അവർ ഉദ്ദേശിക്കുന്ന രീതി ഒരു 1 lakh വ്യൂസ്, 2 lakh വ്യൂസ്, അത്രയും വ്യൂസ് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പലരും യൂട്യൂബിലോട്ട് വരുന്നത്. പക്ഷേ എന്നാൽ അത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും.
പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഒരു സാധാരണ രീതിയിൽ ഒരു ഷോർട്സോ അല്ലെങ്കിൽ വീഡിയോസോ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ആ ഷോർട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് കുറച്ച് വ്യൂസേ കാണത്തുള്ളായിരിക്കും. പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കാതിരുന്ന് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിനകത്ത് പെട്ടെന്ന് വ്യൂസ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ വീഡിയോ ഇടാതിരിക്കരുത്. നിങ്ങൾ ഡെയിലി തന്നെ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഇട്ട് തന്നെ പോവുക. അതാകുമ്പോൾ വ്യൂസും കൂടും, സബ്സ്ക്രൈബേഴ്സും കൂടും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഇല്ല, വ്യൂസ് കുറവാണ്, വ്യൂസ് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരാതിയൊക്കെ അങ്ങ് തീരും. ഈ പറയുന്ന എംഫോടെക്, വില്ലേജ് ഫുഡ് ചാനൽ ഇതുപോലത്തുള്ള മലയാളത്തിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക യൂട്യൂബേഴ്സ് ഇപ്പം കാണുന്ന രീതിയിൽ മില്യൺസ് സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കാൻ കാരണം തന്നെ തുടക്കം മുതലേ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാണ്. പിന്നെ ഇതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ. അതായത് നിങ്ങളെ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ എങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ വ്യൂസ് കൂടുവോ കുറയുമോ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇടുന്നത് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നല്ലതാണോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് കൂടുവോ കുറയുമോ എന്നുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ തംബ്നെയിൽ നല്ലതാണോ, ടൈറ്റിൽ നല്ലതാണോ, നിങ്ങൾ പ്രോപ്പറായിട്ടാണ് ഡിസ്ക്രിപ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതൊക്കെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് കൂടുവോ കുറയുമോ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എക്സാമ്പിൾ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എടുക്കും. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് തന്നെ ഒരു iPhone 15 അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ തംബ്നെയിൽ ഇടുമ്പോൾ അതിനകത്ത് iPhone 15 അൺബോക്സിങ് വീഡിയോ എന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇത് iPhone 15 അൺബോക്സിങ് വീഡിയോ ആണെന്ന് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇതൊന്നും കാണിക്കാതെ നമുക്ക് തോന്നിയ രീതിയിൽ ചെയ്തിടുവാണെങ്കിൽ പുറമേ കാണുന്ന ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവത്തുമില്ല. എന്തിൻ്റെതാണ് ഈ വീഡിയോ, എന്താണ് ഈ വീഡിയോ എന്നുള്ളതൊക്കെ. അതുപോലെ ഞാൻ നിങ്ങൾ ആ വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുക്കുമ്പോഴും നിങ്ങൾ ആ വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ആ തംബ്നെയിൽ എന്താണ് കൊടുത്തേക്കുന്നത്, അതേ സാധനം തന്നെ വേണം നിങ്ങൾ ആ ടൈറ്റിലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാധകമാണ്. നിങ്ങളുടെ വീഡിയോയുടെ ടോപ്പിക് എന്താണോ അത് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുക. പിന്നെ വലിച്ചു വാരി കീവേഡ്സ് ഹാഷ്ടാഗ്സും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലരെ വീഡിയോസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചറ പറ കീവേഡ്സ് ഹാഷ്ടാഗ്സും ഒക്കെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങളുടെ വീഡിയോസിന് ചേരുന്ന കീവേഡ്സ് ഹാഷ്ടാഗ്സും തന്നെ നിങ്ങളുടെ വീഡിയോസിൽ വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഷോർട്സിലും ബാധകമാണ്. ഇനി അടുത്തതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പോയിൻ്റാണ് കോണ്ടൻറ്റ് അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്ന് പറയും. ഒരാളെ സംബന്ധിച്ച് അയാൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനത്തുള്ള വീഡിയോസാണ് കണ്ടിന്യൂസ് ആയിട്ട് ആ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നായിരിക്കും ഓർക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്ന കേട്ട് അതും ഇതും ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾക്ക് എന്തിനോടാണോ താല്പര്യം അത് തന്നെ നിങ്ങളുടെ ചാനലിൽ ചെയ്യാൻ നോക്കുക. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ നിങ്ങൾ ചെയ്യുന്ന കോണ്ടൻറ്റിൽ മാക്സിമം നിങ്ങൾ ട്രെൻഡ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കുറേ കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പം പുതിയ 10Kക്ക് താഴെയുള്ള ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ വന്ന്, അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സ് ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ഈ ഫോൺ നല്ലതാണോ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിരിക്കും അവർക്ക് താല്പര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആ ഫോൺ വാങ്ങി അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ആ വീഡിയോ കണ്ട് ആ വീഡിയോയിലേക്ക് വരികയും ചെയ്യും. ചിലപ്പോൾ ആ വീഡിയോ ട്രെൻഡിങ് ആവുകയും ചെയ്യും. ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ടൈപ്പ് വീഡിയോസാണ് ചെയ്യുന്നത് അതിൽ മാക്സിമം ട്രെൻഡ് കൊണ്ടുവരാനായിട്ട് തന്നെ ശ്രമിക്കുക. കാര്യം ആൾക്കാർക്ക് വേണ്ടത് പുതിയ പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെ വ്യൂവേഴ്സിനെ നിങ്ങളുടെ ചാനലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതുപോലത്തുള്ള വീഡിയോസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും അഭിപ്രായങ്ങളും എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക.